ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ആർട്ടിസ്റ്റ് ഇൻ റെസിഡൻസ് പരിപാടി കലാ ഉത്സവിന്റെ ഭാഗമായി മധുബനി ഗോണ്ട് കലാരംഗങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർ ഇന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമുവിനെ സന്ദർശിച്ചു. ഇന്ത്യയിലെ പരമ്പരാഗത കലാരൂപങ്ങൾ കലാ ഉത്സവിന്റെ കീഴിൽ പ്രദർശിപ്പിക്കും. ഇന്ത്യയുടെ പ്രധാനപ്പെട്ട പരമ്പരാഗത കലാരൂപങ്ങൾക്ക് നൽകിയ സംഭാവനകളെ രാഷ്ട്രപതി അഭിനന്ദിച്ചു. മനുഷ്യത്വം സംരക്ഷിക്കുന്നതിനും ഭീകരത അവസാനിപ്പിക്കുന്നതിനും ഉള്ള ദൌത്യമാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുജറാത്തിലെ ഭുജിൽ 53,400 കോടി രൂപയുടെ വിവിധ വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. രാവിലെ ദാഹോദ് ലോക്കോമോട്ടീവ് നിർമ്മാണ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി ഇലക്ട്രിക് ലോക്കോമോട്ടീവിന്റെ ഫ്ളാഗ് ഓഫും നിർവഹിച്ചു. വിവിധ റെയിൽ പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിച്ചു. ഭീകരതയ്ക്കും നക്സലിസത്തിനും എതിരെ കേന്ദ്ര സർക്കാരിന് ശക്തമായ നിലപാടാണ് ഉള്ളതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മഹാരാഷ്ട്രയിലെ നന്ദേഡിൽ പൊതുറാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. നാഗ്പൂരിൽ നാഷണൽ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ രോഗികളുടെ ബന്ധുക്കൾക്കുള്ള താമസ സൌകര്യം ഉദ്ഘാടനം ചെയ്ത കേന്ദ്രമന്ത്രി ചിച്ചോളിയിൽ നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റി നാഗ്പൂർ ക്യാമ്പസിനും തറക്കല്ലിട്ടു. രാജ്യത്തെ കോവിഡ് സ്ഥിതിഗതികൾ കേന്ദ്രം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ഡയറക്ടർ ജനറൽ ഡോക്ടർ രാജീവ് ബെഹൽ. കോവിഡ് കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ നിലവിൽ പരിഭ്രാന്തരാകേണ്ട കാര്യമില്ലെങ്കിലും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ രാജ്യത്തിന്റെ ആരോഗ്യ സംവിധാനങ്ങൾ പൂർണ്ണ സജ്ജമാണെന്നും ശ്രീ രാജീവ് ബെഹൽ അറിയിച്ചു. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ വ്യാപക മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 11 ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രതയും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും നൽകിയിട്ടുണ്ട്. നാളെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ചുവപ്പ് ജാഗ്രതയും കാസർഗോഡ്, മലപ്പുറം, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. ഈ മാസം 30 വരെ കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനം പാടില്ലെന്നും മുന്നറിയിപ്പ്. ശക്തമായ മഴയിൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ കനത്ത നാശനഷ്ടം. പലയിടങ്ങളിലും റോഡിലേക്ക് മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. അതിതീവ്ര മഴ തുടരുന്ന സാഹചര്യത്തിൽ റവന്യൂ മന്ത്രിയുടെ ഓഫീസിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം തുറന്നു. പൊതുജനങ്ങൾക്ക് 0471 25 18 655 എന്ന നമ്പരിൽ ബന്ധപ്പെടാവുന്നതാണ്. വയനാട്, കോട്ടയം, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർമാർ നാളെ അവധി പ്രഖ്യാപിച്ചു. ദുരന്ത സാധ്യത പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കേണ്ടതാണ്. കാലവർഷം ശക്തി പ്രാപിച്ചതിനെ തുടർന്ന് കെഎസ്ഇബി എല്ലാ ജില്ലകളിലും കൺട്രോൾ റൂമുകൾ തുറന്നു. അടിയന്തര ആവശ്യങ്ങൾക്കായി പൊതുജനങ്ങൾക്ക് 9496010101 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. വൈദ്യുതി തകരാറുകൾ ഉണ്ടായ ഇടങ്ങളിൽ വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള ഊർജിത ശ്രമം തുടരുകയാണ്. ഉപഭോക്താക്കൾ സഹകരിക്കണമെന്ന് കെഎസ്ഇബി അറിയിച്ചു. കേരളത്തിന്റെ സമുദ്രാതിർത്തിയിൽ കപ്പൽ മുങ്ങിയതുമായി ബന്ധപ്പെട്ട സ്ഥിതിഗതികൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ വിലയിരുത്തി. ആശങ്കപ്പെടേണ്ടതില്ലെന്നും എന്നാൽ തീരപ്രദേശത്തുള്ളവരും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപൂർവ വസ്തുക്കൾ, കണ്ടെയ്നർ എന്നിവ കണ്ടാൽ തുടരുതെന്നും അടുത്ത് കൂട്ടം കൂടരുതെന്നും 200 മീറ്ററെങ്കിലും അകലം പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. ഇത്തരം വസ്തുക്കളെക്കുറിച്ച് വിവരം ലഭിച്ചാൽ 112 എന്ന നമ്പരിൽ അറിയിക്കണം. കപ്പൽ മുങ്ങിയ സ്ഥലത്ത് നിന്ന് 20 നോട്ടിക്കൽ മൈൽ ദൂരപരിധിയിൽ മത്സ്യബന്ധനം നടത്തരുത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൌക്കത്തിനെ UDF സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഇത് സംബന്ധിച്ച പ്രസ്താവന പുറത്തിറക്കി. സ്ഥാനാർത്ഥി നിർണയത്തിനായി രാഷ്ട്രീയ പാർട്ടികളിൽ തിരക്കിട്ട ചർച്ചകൾ തുടരുകയാണ്. നിലമ്പൂർ ഉൾപ്പെടെ രാജ്യത്തെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതിരഞ്ഞെടുപ്പ് അടുത്ത മാസം 19 നടക്കും. 23 വോട്ടെണ്ണൽ. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്തിമ കുറ്റപത്രം സമർപ്പിച്ചു. സിപിഐഎം തൃശൂർ ജില്ലാ സെക്രട്ടറിമാരായിരുന്ന MM വർഗീസ്, AC മൊയ്തീൻ, K രാധാകൃഷ്ണൻ തുടങ്ങിയവരെയും പാർട്ടിയെയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തി. രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ED നടപടിയെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. കുറ്റപത്രം നൽകിയതിൽ പ്രതീക്ഷയില്ലെന്നും രാഷ്ട്രീയ വിലപീശലിന് സാധ്യതയുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ആലപ്പുഴ കലവൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജൂൺ 2 മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. സ്കൂൾ തുറക്കലുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മുഖ്യമന്ത്രി ഇന്ന് അവലോകനം ചെയ്തു. സ്കൂളുകളുടെയും സ്കൂൾ ബസ്സുകളുടെയും കുട്ടികളെ എത്തിക്കുന്ന സ്വകാര്യ വാഹനങ്ങളുടെയും ഫിറ്റ്നസ് പരിശോധിച്ച് ഉറപ്പുവരുത്തണമെന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ കർശന നിർദ്ദേശം നൽകി. പത്തനംതിട്ട നിലയ്ക്കലിൽ അത്യാധുനിക സംവിധാനങ്ങളുള്ള സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ നിർമ്മിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ദേവസ്വം ബോർഡ് അനുവദിച്ച ഭൂമിയിലാണ് 9 കോടി രൂപ ചെലവിൽ നാട്ടുകാർക്കും ശബരിമല തീർത്ഥാടകർക്കും പ്രയോജനമാകുന്ന രീതിയിൽ ആശുപത്രി നിർമ്മിക്കുന്നത്. സ്കൂളുകളിലെ പോക്സോ കേസ് പ്രതികൾക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഇതിന് പോലീസിന്റെ ശക്തമായ പിന്തുണ ഉണ്ടാകണമെന്നും തിരുവനന്തപുരത്ത് പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യവെ മന്ത്രി പറഞ്ഞു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.